എല്ലാ കൂട്ടുകാർക്കും വിദ്യ പ്ലസിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേ 3 ആണല്ലേ. ഇൻ്റഗ്രേഷൻ ഡേ 3യിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓർമ്മ ഉണ്ടാവും അല്ലേ, എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ആദ്യം എന്താ കൊടുത്തേക്കുന്നത്, ഡാൻസിങ് ഡോൾസ് ആണ് കേട്ടോ. കളർ ദ പിക്ചേഴ്സ്. അപ്പോൾ എന്താണ് ഇവിടെ മുട്ടത്തുണ്ടുകളാണ് കൊടുത്തേക്കുന്നത്, അതിനെ ഡോളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. മിസ് മൊത്തം കഥകളൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം ടീച്ചർ എന്താണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ. സോ എന്താണ് മുട്ടത്തോടുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, അതിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, നല്ല അടിപൊളി ഡാൻസിങ് ഡോൾസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 3 കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. എത്ര കളേഴ്സാണ് കൊടുത്തേക്കുന്നത്, 3. അപ്പോൾ എൻ്റെ കുഞ്ഞു കൂട്ടുകാർ ഏതൊക്കെയാണെന്ന് മിസ്സിൻ്റെ കൂടെ പറയണേ. ഫസ്റ്റ് വണ് ഗ്രീൻ ആണ് കേട്ടോ. ഫസ്റ്റ് വണ് ഏതാണ്, ഗ്രീൻ ആണ്. രണ്ടാമത്തത് ഏതാണ്, റെഡ് ആണ് കേട്ടോ. രണ്ടാമത്തത് ഏതാണ്, റെഡ്. മൂന്നാമത്തെ കളർ ഏതാന്ന് നോക്കിക്കേ, ബ്ലൂ ആണ് കേട്ടോ. മൂന്നാമത്തെ കളർ ഏതാണ്, ബ്ലൂ ആണ്. അങ്ങനെ 3 കളേഴ്സാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട് കേട്ടോ. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 3 പേർക്ക് ഇവിടെ ഗ്രീൻ കൊടുക്കാം. എത്ര പേർക്ക് ഗ്രീൻ കൊടുക്കാം, ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 പേർക്ക് ഗ്രീൻ കൊടുക്കാം, 2 പേർക്ക് ഏത് കൊടുക്കാം, ബ്ലൂ കൊടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടൽ നമ്പർ എത്രയായിട്ട് മാറി, 5 ആയിട്ട് മാറി അല്ലേ. ഇവിടെ 5 ഡോൾസ് അല്ലേ കൊടുത്തേക്കുന്നത്, അതേ അല്ലേ. നമ്മുടെ മുട്ടത്തോടിന് ഓർമ്മയുണ്ടല്ലോ അല്ലേ, ടീച്ചർ ക്ലാസ്സിൽ മുട്ടത്തോട് കൊണ്ടുവരാൻ പറഞ്ഞേക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ മുട്ടത്തോട് എടുത്തിട്ട് മുട്ടത്തോട് നമ്മൾ കണ്ണും അതേപോലെ മൂക്കൊക്കെ വരച്ച് അടിപൊളിയാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3 മുട്ടത്തോടിന് ഏത് കളർ കൊടുക്കണം, ഗ്രീൻ കളറും. 2 മുട്ടത്തോടിന് ഏതാ കളർ കൊടുക്കേണ്ടത്, ബ്ലൂ കേട്ടോ. ആദ്യം കുഞ്ഞു കൂട്ടുകാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ മുട്ടത്തോടിന് നിറം കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ആദ്യം നമ്മുടെ പെൻസിലിന് എന്ത് ചെയ്യണം, കളർ കൊടുക്കണം കേട്ടോ. അതായത് മിസ് എന്ത് കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. മിസ്സിൻ്റെ കുറച്ച് പുറത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് കൊടുത്തോണേ. നെക്സ്റ്റ് അടുത്തത് രണ്ടാമത്തെ പെൻസിൽ നമുക്ക് എന്ത് കൊടുക്കാം, റെഡ് കളർ കൊടുക്കാവേ. ഇതിന് നമുക്ക് റെഡ് കളർ കൊടുക്കാം കേട്ടോ. മിസ് ലാപ്പിൽ ചെയ്യുന്നതുകൊണ്ട് അത്ര റെഡി ആവില്ലേ, കുഞ്ഞു കൂട്ടുകാരെ നല്ല വൃത്തിക്ക് ചെയ്യണം കേട്ടോ. അടുത്ത ഏതാണ് കളർ കൊടുക്കേണ്ടത്, ബ്ലൂ കൊടുക്കുക അല്ലേ. മിസ്സിൻ്റെ അടുത്ത് ബ്ലൂ കറക്റ്റ് ബ്ലൂ ഇല്ല കേട്ടോ. ഓക്കെ, റെഡ്. മിസ്സിൻ്റെ അടുത്ത് ജസ്റ്റ് മിസ് ഒരു ചെറിയ ബ്ലൂ ആട്ടോ കൊടുക്കുന്നത്. നിങ്ങൾ കൊടുക്കുമ്പോൾ നല്ല കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലൂ കൊടുത്തിട്ടുണ്ട്. ഇനി മിസ് എന്താ നമ്മളോട് പറഞ്ഞേക്കുന്നത്, ഗ്രീനും അതേപോലെ തന്നെ ഗ്രീൻ 3 കൊടുക്കുക അല്ലേ. 3 പേർക്ക് ഗ്രീൻ കൊടുക്കുക, 2 പേർക്ക് ഏതാ കൊടുക്കേണ്ടത്, ബ്ലൂ കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. 2 പേർക്ക് ഏതാണ്, ബ്ലൂ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മിസ് ആദ്യം ഗ്രീൻ സെലക്ട് ചെയ്തിട്ട് ആദ്യത്തെ 3 പേർക്ക് എന്ത് ചെയ്തു, ഗ്രീൻ കളർ മിസ് കൊടുക്കുകയാണേ. ഗ്രീൻ കളർ കൊടുത്തു കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ആൾക്ക് മിസ് എന്ത് ചെയ്തു, ഗ്രീൻ കളർ കൊടുക്കണേ. ഓക്കെ, രണ്ടാമത്തെ ആൾക്ക് മിസ് ഗ്രീൻ കളർ കൊടുത്തു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്താണ്, 2 ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ബ്ലൂ കളർ കൊടുക്കാം കേട്ടോ. ബ്ലൂ കളർ കൊടുക്കാം കേട്ടോ. മിസ്സിൻ്റെ കുറച്ച് പുറത്തൊക്കെ പോയിട്ടുണ്ട്, നിങ്ങൾ പുറത്തൊന്നും പോകാണ്ട് അടിപൊളിയായിട്ട് അടിക്കണം കേട്ടോ. ഓക്കെ, ബ്ലൂ കൊടുത്തുട്ടോ മിസ്സേ. ഓക്കെ, ബ്ലൂ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് അടുത്ത നോക്കിയാലോ. അടുത്ത എന്താ പറയുന്നേ, അടുത്തതിലേക്ക് പോലെ. അടുത്തത് ഗ്രീനും ബ്ലൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4 + 1 ആക്കിയാലോ. ഗ്രീനിന് നമുക്ക് 4 കൊടുക്കാം. ദെൻ ബ്ലൂവിന് നമുക്ക് എത്ര കൊടുക്കുന്നത്, ബ്ലൂവിന് നമുക്ക് എത്ര, 1 കൊടുക്കാം അല്ലേ. അപ്പോൾ 4ഉം 1ഉം മിസ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഗ്രീൻ എത്ര അടിക്കണം, 4 അടിക്കണം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഗ്രീന് ഇവന് എന്ത് കൊടുക്കാം, ഗ്രീൻ കൊടുക്കാം. 1 ദെൻ 2. 4 ഡോൾസിന് നമുക്ക് എന്ത് കൊടുക്കണം, ഗ്രീൻ കളർ കൊടുക്കണം കേട്ടോ. 2 3 ആയി അല്ലേ. ദെൻ ലാസ്റ്റ് 1 4 കേട്ടോ. അപ്പോൾ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, 4 ഡോൾസിന് ഏത് കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. ദെൻ 1 ഡോളിന് ഏതാണ്, ബ്ലൂ ആണ് കേട്ടോ. അപ്പം 1 ഡോളിന് നമുക്ക് ഏത് കളർ കൊടുക്കാം, ബ്ലൂ കളർ അങ്ങോട്ട് സെറ്റാക്കാം അല്ലേ. അടിപൊളി, ബ്ലൂ കളർ കൊടുത്തു കേട്ടോ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, ഗ്രീനും കൊടുക്കണം, ബ്ലൂവും കൊടുക്കണം, റെഡും കൊടുക്കണം എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രീൻ ഒരു 2 എടുത്തേക്കാം. ഗ്രീൻ 2 എടുക്കാം. ഇനി ബ്ലൂ എത്ര എടുക്കാം, 2 എടുക്കാം. റെഡ് എത്ര എടുക്കാം, 1 എടുക്കാം. അപ്പോൾ 2 + 2 + 1 എന്ന് പറയുന്നത് എത്രയായിട്ട് മാറി, 5 ആയിട്ട് മാറിയല്ലോ അല്ലേ. സോ നമുക്ക് കൊടുത്തു കൊടുക്കാം അല്ലേ. ആദ്യം നമുക്ക് ഗ്രീൻ കൊടുക്കാം അല്ലേ. ഗ്രീൻ മിസ് 2 ഗ്രീൻ കൊടുത്തേ. 2 നമ്മളവിടെ എഴുതിയേക്കുന്നത്. സോ 2 ഗ്രീൻ കൊടുത്തു കേട്ടോ. നെക്സ്റ്റ് അടുത്ത ബ്ലൂ അല്ലേ. അപ്പം ബ്ലൂ കൊടുക്കാം കേട്ടോ. ബ്ലൂ കൊടുക്കാവേ. 1
2. ഓക്കെ, 2 കൊടുത്തു കേട്ടോ. നെക്സ്റ്റ് അടുത്ത് ഏതാ കൊടുക്കണ്ടേ? 2 കൊടുത്തു. റെഡ് ആണ് നെക്സ്റ്റ് കൊടുക്കേണ്ടത് അല്ലേ? അപ്പം മീൻസ് തേർഡ് വൺ ഏത് കൊടുത്തു? റെഡ് കൊടുത്തു. അപ്പം ഡോളൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? അടിപൊളിയായില്ലേ? അപ്പം മിസ്സിൻ്റെ കൊടുത്ത് കുറച്ചൊക്കെ പുറത്ത് പോയിട്ടുണ്ട്. കുഞ്ഞു കൂട്ടുകാരെ എന്ത് ചെയ്യരുത്, പുറത്ത് പോവാണ്ട് വേണം നിങ്ങൾ കൊടുക്കാൻ. നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം അല്ലേ? ആക്ടിവിറ്റി 10 ആണ്. ഹൗ മെനി ഡോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എത്ര ഡോൾസ് ഉണ്ട് എന്നാണ് എഴുതേണ്ടത്. ആഡ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? റൈറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ആഡ് ചെയ്തെന്നെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ അറിയുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ കൗണ്ട് ചെയ്താലും മതി കേട്ടോ. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കി എത്ര ഡോൾ ഉണ്ട്. 1 2 3 4 5 6 അല്ലേ? ആദ്യത്തെ ടേബിളിൽ 4 ഉണ്ട്. ദെൻ രണ്ടാമത്തെ ടേബിളിൽ എത്രയുള്ളത്? 2 ആണുള്ളത്. സോ ടോട്ടൽ നമ്പേഴ്സ് എത്രയായിട്ട് മാറി? 6 ആയിട്ട് മാറിയില്ലേ? അപ്പം 4 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. നിങ്ങൾക്ക് ആഡ് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. അടുത്ത എന്താണ്? രവിയും അതേപോലെ ആമിയാണ് അല്ലേ? അപ്പോൾ ആമിയുടെ ടേബിളിൽ എത്ര ഉള്ളത് നോക്കിയാലോ? ആമിയുടെ ഫസ്റ്റ് ടേബിളിൽ എത്ര ഉണ്ട്? 3 ഉണ്ട് കേട്ടോ. അപ്പം മിസ് ഇങ്ങോട്ട് 3 എന്ന് എഴുതിയേ. ദെൻ പ്ലസ് അവിടെ കിടപ്പുണ്ട്. രണ്ടാമത്തെ ടേബിളിൽ എത്ര ഉള്ളത്? 2 ആണുള്ളത് കേട്ടോ. സോ 3 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അപ്പം ജസ്റ്റ് ഇവിടെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 എണ്ണായില്ലേ? അപ്പം അതും റെഡിയായി കേട്ടോ. നെക്സ്റ്റ് അടുത്തത് ഇമയാണ്. ഇമയുടെ ഫസ്റ്റ് ടേബിളിൽ എത്ര ഉള്ളത്? 3 ആണുള്ളത് അല്ലേ? ഫസ്റ്റ് ടേബിളിൽ 3 ഉണ്ട്. ഇനി സെക്കൻഡ് ടേബിളിൽ എത്ര ഉള്ളത്? 1 ആണ്. അപ്പോൾ 3 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് കേട്ടോ. 3 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കിയാലോ? 1 2 3 4 ശരിയാണല്ലേ? അപ്പോൾ 4 എണ്ണ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എണ്ണിയപ്പം റെഡിയാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തത് എന്താണ്? കറക്റ്റ് ആണ് അല്ലേ? ഇനി നെക്സ്റ്റ് അടുത്ത എന്തിലേക്ക് പോവാം? ഹായ് പൂക്കൾ എന്ന് പറയുന്ന അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം കേട്ടോ. എത്രാമത്തെ ആക്ടിവിറ്റിയാണ്? 11ാമത്തെ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ എത്തിയില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ എന്തൊക്കെയാണ് ഇവിടെ പറയാനുള്ളതെന്ന്. പൂക്കളാണ് അല്ലേ? ഇവിടെ നോക്കിക്കേ, പൂക്കൾക്ക് യോജിച്ച നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു കൂട്ടുകാർ എന്ത് ചെയ്യുക? യോജിച്ച നിറമൊക്കെ കൊടുക്കുക കേട്ടോ. മിസ് ചെറുതായിട്ടൊന്ന് കൊടുക്കുക, ഭയങ്കരമായിട്ട് കൊടുക്കുന്നില്ല. മിസ്സിൻ്റെ ഓവർ കളേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക? മിസ്സിന് പറ്റുന്ന പോലെയൊക്കെ എന്ത് ചെയ്യുക? നിറം കൊടുക്കുക കേട്ടോ. ഇവിടെ തെച്ചിയാണ്, മിസ് കൊടുത്താൽ ഫുള്ള് കൊളായി പോവോ? ഓക്കെ, അപ്പോൾ കുഞ്ഞു കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. കൂട്ടുകാർ എന്തായാലും കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, മിസ് ഓവർ കൊടുത്തത് കൊളാക്കി കളയുന്നില്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? തെച്ചിക്ക് ഏത് നിറമാണ്? പൂവിന് നല്ല ചുമന്ന നിറം വരും. പിന്നെ അതേപോലെ ഇലയ്ക്ക് ഏത് നിറമാണ് വരുന്നത്? പച്ച നിറമാണ് കേട്ടോ. അതുപോലെ കോളാമ്പി ഏത് കൊടുക്കാം? മഞ്ഞ നിറം കൊടുക്കാം. അതുപോലെ ചെമ്പരത്തിയാണ് നെക്സ്റ്റ്. അടുത്തത് ഏതാണ്? കാക്കപ്പൂവിൻ്റെ നിറം ഏതാണെന്ന് പുസ്തകത്തിൽ എടുത്ത് പറയുന്നുണ്ട്. ഏതായിരുന്നു നിറം? നീല നിറമാണ് അല്ലേ? അടുത്ത ചെമ്പരത്തിയുടെ നിറം ഏതാണ്? ചുമപ്പ് കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട് വെള്ള നിറത്തിലുള്ള ഒരു പൂവിൻ്റെ പേരെഴുതുക. അപ്പോൾ എൻ്റെ കുഞ്ഞു കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിക്കേ, വെള്ള നിറത്തിലുള്ള ഏതെല്ലാം പൂക്കൾ നിങ്ങൾക്ക് അറിയാമെന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. പക്ഷേ വെള്ള നിറത്തിലുള്ള ഇപ്പോൾ ചെമ്പരത്തിയാണെങ്കിൽ വെള്ള നിറത്തിലുണ്ട്, റോസപ്പൂവാണെങ്കിൽ വെള്ള നിറത്തിലുണ്ട്, ശരിയല്ലേ? പക്ഷെ അതൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. എഴുതേണ്ടത് ഏതാണെന്ന് വെച്ചാൽ വെള്ള നിറത്തിൽ മാത്രം കാണുന്ന പൂവേ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ള നിറത്തിൽ മാത്രം കാണുന്ന പൂവ് ഏതാണ്? നമ്മുടെ മുല്ലപ്പൂവ്, ശരിയല്ലേ? മുല്ലപ്പൂ മറ്റേതെങ്കിലും നിറത്തിൽ കാണാറുണ്ടോ? ഇല്ല അല്ലേ? അപ്പം മുല്ലപ്പൂവ് എഴുതാം, ഒരു പൂവും കൂടി എഴുതാം കേട്ടോ. തുമ്പപ്പൂവും മറ്റേതെങ്കിലും നിറത്തിൽ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എഴുതേണ്ടത് ഏതാണ്? മുല്ലപ്പൂവും അതേപോലെ തുമ്പപ്പൂവുമാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്തത് കുഞ്ഞിൻ്റെ കാഴ്ചകൾ. അടുത്ത ഏതാണ്? കുഞ്ഞിൻ്റെ കാഴ്ചകൾ. ചിത്രം നോക്കി എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ എന്താണെന്നാണ് എൻ്റെ കുഞ്ഞു കൂട്ടുകാർ ഈ ഒരു കോളത്തിലേക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? കുരുവി എന്ത് ചെയ്യുന്നു? തേൻ കുടിക്കുന്നു. കുരുവി എന്താ ചെയ്യുന്നത്? തേൻ കുടിക്കുന്നു. അപ്പം ജസ്റ്റ് ഇവിടെ എഴുതിയാൽ മതി. എന്താ എഴുതേണ്ടത്? കുരുവി എന്ത് ചെയ്യുന്നു? കുരുവി തേൻ കുടിക്കുന്നു. തേൻ കുടിക്കുന്നു എന്ന് എഴുതാം. അപ്പം അല്ലെങ്കിൽ എന്ത് എഴുതിയാൽ മതി? കുടിച്ചു എന്ന് എഴുതാം കേട്ടോ. എന്നാലും കുഴപ്പമില്ല. തേൻ കുടിച്ചു അല്ലെങ്കിൽ കുടിക്കുന്നു എന്ത് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അടുത്ത എന്താണ്? രണ്ടാമത്തെ പിക്ചർ എന്താ കൊടുത്തേക്കുന്നത്? ഒരു മരമാണ് അല്ലേ? അപ്പോൾ ഇതിനെ നമുക്കൊന്നുകൂടെ ഗ്രാൻഡ് ആയിട്ട് എഴുതാം. എന്ത് എഴുതാം? വലിയ മരം എന്ന് എഴുതിക്കൂടെ? വലിയ മരം. അടുത്തത് എന്താണ്? കുളത്തിൽ ആരാ ഉള്ളത്? തവള ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? കുളത്തിൽ തവള എന്ന് എഴുതാം കേട്ടോ. കുളത്തിൽ തവള. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പിക്ചറിൽ എന്താ കൊടുത്തേക്കുന്നത്? ഇവിടെ ഒരു മരത്തിൽ ആരുണ്ട്? കുരുവി അല്ലെങ്കിൽ ഒരു പക്ഷി ഉണ്ട് കേട്ടോ. എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ മിസ് ഇങ്ങനെയാണ് എഴുതുന്നത്, മരത്തിൽ കുരുവി എന്ന് എഴുതാൻ പോവാണ് കേട്ടോ. മരത്തിൽ ആരാണ്? കുരുവി. മരത്തിൽ
കുരുവി. മരത്തിൽ കുരുവി. നെക്സ്റ്റ് മൂന്നാമത്തെ പിക്ചർ, അടുത്ത പിക്ചറിലോട്ട് പോവാം അല്ലേ. മിസ്സിൻ്റെ ഓക്കെ. കുളത്തിൽ കുരുവി. വായ അവിടെ മാഞ്ഞു പോയി അല്ലേ. ഓക്കെ, മരത്തിൽ എന്താണ്? കുരുവി അല്ലേ. അടുത്തത് എന്താണ്? കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കിളികൾ എന്ത് ചെയ്യുന്നുണ്ട്? പറന്നു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കുരുവികൾ പറക്കുന്നു എന്നെഴുതാം അല്ലേ, അല്ലെങ്കിൽ പറന്നു എന്നെഴുതാം കേട്ടോ. അപ്പോൾ മിസ് ഇങ്ങനെ എഴുതാവണേ, കുരുവികൾ അല്ലെങ്കിൽ പക്ഷികൾ എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. കുരുവികൾ പറക്കുന്നു. ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ് അല്ലേ. കുരുവികൾ പഠിക്കുന്നുണ്ട്, പറക്കുന്നു എന്ന് പറയുന്ന അക്ഷരങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ 5 പിക്ചേഴ്സ് ഉണ്ട് അല്ലേ. 5 ചിത്രങ്ങളാണുള്ളത്. ഒന്നാമത്തെ എന്താണ്? കുരുവി തേൻ കുടിക്കുന്നു. ഇനി രണ്ടാമത്തേത് എന്താണ്? അടുത്തെന്താണ്? തേൻകുരുവി തേൻ കുടിക്കുന്നു എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ. അടുത്തെന്താണ്? വലിയ മരം. അടുത്തെന്താണ്? വലിയ മരം. അടുത്ത പിക്ചർ എന്താ കൊടുത്തേക്കുന്നത്? കുളത്തിൽ തവള. ഇനി അടുത്തത് എന്താണ്? 4ാമത്തെ പിക്ചർ എന്താണ്? മരത്തിൽ കുരുവി. ഇനി അടുത്തത് എന്താണ്? കുരുവികൾ പറക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത് കേട്ടോ. അപ്പം എന്താണ് നമ്മുടെ ഇൻ്റഗ്രേഷന് ഈ വർഷം വന്ന എല്ലാ ക്വസ്റ്റ്യൻസും മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മിസ്സിനെ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.